ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ രസകരമായ ഒരു ഇംഗ്ലീഷ് ടിപ്പാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. THE, അതെ, THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത്. THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ രണ്ട് കോമൺ നൗണുള്ള ഒരു സെൻറ്റൻസിൽ ആദ്യത്തെ കോമൺ നൗണിന് മുമ്പിൽ മാത്രം വരുമ്പോഴുള്ള അതിൻ്റെ അർത്ഥം അതെന്താണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് തരാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ദ പ്യൂൺ ആൻഡ് ഡ്രൈവർ ആർ മൈ ഫ്രണ്ട്സ്. ദ പ്യൂൺ ആൻഡ് ഡ്രൈവർ ഈസ് മൈ ഫ്രണ്ട് ആണോ, ദ പ്യൂൺ ആൻഡ് ഡ്രൈവർ ആർ മൈ ഫ്രണ്ട്സ് ആണോ ശരി എന്ന് മനസ്സിൽ ഒരു നിമിഷം ആലോചിക്കുക. കിട്ടിയോ? നമുക്കെന്തായാലും അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ദ പ്യൂൺ ആൻഡ് ഡ്രൈവർ ഈസ് മൈ ഫ്രണ്ട് എന്നുള്ളതാണ് ശരി. കാരണം ആദ്യത്തെ കോമൺ നൗണായ പ്യൂൺ എന്ന പദത്തിന് മുമ്പിൽ മാത്രമാണ് ഇവിടെ THE വന്നിരിക്കുന്നത്. THE ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ പ്യൂൺ ആൻഡ് ഡ്രൈവർ ഒരാൾ തന്നെയാണ്. പ്യൂൺ തന്നെ ഡ്രൈവറുടെ ജോലിയും ചെയ്യുന്നുണ്ടാവാം. ഇനി ഇത് രണ്ട് പേര് എങ്ങനെയാകും? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ THE എവിടെയൊക്കെ ചേർക്കണം എന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു എക്സാമ്പിൾ ഇതാ. ദ പ്യൂൺ ആൻഡ് ദ ഡ്രൈവർ ആർ മൈ ഫ്രണ്ട്സ്. ദ പ്യൂൺ ആൻഡ് ദ ഡ്രൈവർ ആർ മൈ ഫ്രണ്ട്സ്. സി, ഇവിടെ രണ്ട് സ്ഥലത്ത് THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഈ ഒരു കേസിൽ ഇത് രണ്ട് പേരാണെന്ന് മനസ്സിലാക്കാം. പ്യൂൺ എന്നുള്ള വ്യക്തി വേറെ, ഡ്രൈവർ എന്നുള്ള വ്യക്തി വേറെയാണ്. അതാണ് THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. വെൻ THE ഈസ് റിപ്പീറ്റഡ് ബിഫോർ ദ കോമൺ നൗൺസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടു ഡിഫറെൻറ്റ് പേഴ്സൺസ്. THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആവർത്തിക്കുമ്പോൾ, രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അത് രണ്ട് വ്യക്തികളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതാണ് THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ വളരെ രസകരമായ ഒരു പ്രത്യേകത. താങ്ക് യു സോ മച്ച്. താങ്ക് യു വൺസ്.